നമ്മൾ അടുപ്പിൽ ഇതുപോലെ 1.5 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നല്ലോണം നിറച്ച് 2 ടേബിൾ സ്പൂണോളം ചായപ്പൊടി ഇട്ട് അത് നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊരു 3-4 ടാബ്ലറ്റ്, ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള ഏത് ടാബ്ലറ്റ് ആയാലും കുഴപ്പമില്ല, അത് പൊടിച്ചിട്ട് അത് നമ്മൾ അതൊരു മഗ്ഗിലേക്ക് ഇട്ടിട്ട് കുറച്ച് വിനാഗിരിയും അതുപോലെ കുറച്ച് സോപ്പ് പൊടിയും അതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നമ്മൾ ബാക്കി ഈ ഒരു ചായയുടെ കട്ടൻ ചായ ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് അരിച്ചൊഴിച്ച് ഇതുപോലെ ഒരു കുപ്പിയിലാക്കിയതിന് ശേഷം നമ്മുടെ ബാത്റൂമിലൊക്കെ നല്ല അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ കുഴൽക്കിണറ്റിലെ വെള്ളത്തിന്റെ ആ ഒരു കറ ഉണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നമ്മൾ നന്നായി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതുപോലെ നമ്മൾ ബാത്റൂമിന്റെ ഡോറിലൊക്കെ ഈ ഒരു വെള്ളത്തിന്റെ കറ വന്ന് വൈറ്റ് കളറായിരിക്കും, അതൊക്കെ പോകാനും ഈ ഒരു സൊല്യൂഷൻ മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. വേറെ സോപ്പ് വേറെ ഒന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഒഴിച്ചു കൊടുത്ത് അപ്പം തന്നെ നമുക്ക് കഴുകിയെടുക്കാം. സ്റ്റീൽ ടാപ്പ് ആണെങ്കിലും ബാത്റൂമിനകത്തുള്ള ചെരുപ്പ്, ബക്കറ്റ്, മഗ്ഗെന്ന് തുടങ്ങിയ എല്ലാം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും.